ഇടിയപ്പം കൊണ്ടുണ്ടാക്കുന്ന ഒരു മീലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാക്കി വന്ന ഇടിയപ്പം കൊണ്ടോ അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴോ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. രാവിലെയോ ഉച്ചക്കോ രാത്രിയോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഈ ഇടിയപ്പം മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. മസാല തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ടയിൽ അല്പം ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. പിന്നെ മിൻറ്റ് ലീവ്സൊക്കെ പൊടി പോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്താൽ ഈ മുട്ടയുടെ ചീത്ത മണമൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും, നല്ലൊരു മണവും ഉണ്ടാവും. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചീത്ത മണമൊക്കെ മാറിക്കിട്ടും. ഇപ്പം ഞാനിത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറിയ പൊടി പോലെ ഇത് പൊടിച്ചെടുക്കരുത്, കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ചവയ്ക്കാനായിട്ട് കിട്ടും. അത് വളരെ നല്ലതാണ് അങ്ങനെ കിട്ടുന്നത്. ഇപ്പം മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അത് ചേർത്താൽ മതിയാകും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത പച്ചമുളകും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചി 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. കൂടുതൽ എരിവ് വേണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പച്ചമുളക് ചേർക്കുക. 3 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നേരിയതായിട്ട് നിറമാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് ചെറുതായി നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. തക്കാളി വളരെ ചെറിയ ഒരു തക്കാളി, അതിൻ്റെ ഉള്ളിലെ ഭാഗം കളഞ്ഞിട്ട് പുറം ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായി കട്ട് ചെയ്ത ബീൻസ്, കാബേജ്, കോളിഫ്ലവറൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ബ്രൊക്കോളി വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. ബ്രൊക്കോളിയൊക്കെ ഇതിനകത്ത് ചേർത്തുണ്ടാക്കിയാൽ വളരെ ഹെൽത്തിയാണ്. ഇനി ഈ വെജിറ്റബിൾ എല്ലാം ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് സോസ് ചേർക്കുന്നവരാണെങ്കിൽ ചേർത്തുണ്ടാക്കാം കേട്ടോ. ഞാനിതിവിടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് സോസൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാനിതിൽ സോസോ അതുപോലെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ. കുട്ടികൾക്ക് ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ്. രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കറി റെഡി ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിതുപോലെ കുറച്ച് വെജിറ്റബിളൊക്കെ വാട്ടിയെടുത്ത് മുട്ടയും സ്ക്രാമ്പിൾ ചെയ്ത് ഇതിലേക്ക് ചേർത്താൽ വേഗത്തിൽ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. മറ്റു പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനി ഈ വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചെറിയ അളവിൽ ചേർത്തിട്ടുണ്ടാക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.
ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇടിയപ്പം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഇടിയപ്പമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ നൂലൊന്ന് അടർത്തി എടുത്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇടിയപ്പപ്പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയാൽ ഇതുപോലെ നൂല് അടർത്തി എടുക്കാൻ പറ്റില്ല. അതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. തന്നെയുമല്ല, നമ്മൾ നൂല് അടർത്തുമ്പോൾ അത് പൊടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇത് ഞാൻ പച്ചരി കുതിർത്തി അരച്ചെടുത്തിട്ടുണ്ടാക്കുന്ന ഇടിയപ്പമാണ്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ നൂലൊക്കെ അടർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് പൊടിഞ്ഞു പോകുമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി അരച്ചുണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഇടിയപ്പം കുറേശ്ശെ ചേർത്തിട്ട് മസാലയുമായി മിക്സ് ചെയ്യണം. ഇടിയപ്പം കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നൂലടർത്തി മാറ്റിയിട്ട് കുറച്ച് കോൺഫ്ലവർ അതുമേ പറ്റിച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്കിത് ആവശ്യം പോലെ ഉപയോഗിക്കാം. എത്ര നാൾ വേണമെങ്കിലും അത് ഫ്രീസറിൽ ഇരുന്നോളും. എപ്പോൾ വേണമെങ്കിലും നമുക്കത് അടർത്തിയെടുത്തിട്ട് ഇതുപോലെ മീലോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പലഹാരത്തിലൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് പായസം ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നൂലൊക്കെ അടർത്തി എടുത്തിട്ട് കുറച്ച് കോൺഫ്ലവറൊക്കെ പറ്റിച്ചെടുത്ത് എയർ ടൈറ്റായ കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ കുറേ നാളത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഒന്ന് ആവി വരുന്ന രീതിയിൽ ചൂടാക്കണം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ആവി വരുന്ന രീതിയിൽ ചൂടായിട്ടുണ്ട്. ഈ വെജിറ്റബിളിൻ്റെ നനവ് കൊണ്ട് തന്നെ ഈ ഇടിയപ്പം നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ വെള്ളം ചേർത്താൽ വെജിറ്റബിളൊക്കെ അവിഞ്ഞ് വേറൊരു ടേസ്റ്റായിട്ട് മാറും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഇടിയപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഒത്തിരി സ്പൈസി അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ അളവിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇടിയപ്പം ഉപ്പ് ചേർത്തുണ്ടാക്കിയതുകൊണ്ട് ഞാനിതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ചേർത്തത്. അതുപോലെ മുട്ടയും നമ്മൾ ഉപ്പ് ചേർത്താണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഇടിയപ്പം മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.